ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്ക്. ഇന്ന് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം. ഏത് ബിഗിന്നേഴ്സിനും ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഞാൻ ഈ ഡിസൈൻസൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്തത് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഞാനിത് ചോക്ലേറ്റ് സ്പഞ്ച് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ബേസായിട്ട് തന്നെ തയ്യാറാക്കിയത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ പോയിട്ടൊന്ന് കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ചൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ലെയേഴ്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കേക്ക് ബോർഡിൽ അല്പം ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലാണ് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഒരു കോട്ട് ക്രീം അപ്ലൈ ചെയ്തു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുത്തു. അങ്ങനെ നമ്മൾ എല്ലാ ലെയേഴ്സും വെച്ച് കൊടുത്തിട്ട് നമ്മളിനി ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ക്രം കോട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ നല്ലപോലെ സെറ്റാവാൻ വെക്കണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കോട്ടിങ് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഡെക്കറേഷൻസ് ഒന്നും കൊടുക്കുമ്പോഴും നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫ്ലവേഴ്സൊന്നും ഫ്ലോപ്പായി പോവില്ല. അതുപോലെ തന്നെ നമ്മൾ കേക്കിലോട്ട് വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കേക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് കോട്ടിങ് ചെയ്യുക. ഞാൻ ഒത്തിരി ഡെക്കറേഷൻസും കാര്യങ്ങളും നമ്മൾ ക്രീം വെച്ചിട്ട് കേക്കിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഓൺലി ക്രം കോട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. കാരണം ഇല്ലെങ്കിൽ ഒത്തിരി ക്രീമായി പോവും, കഴിക്കാനും ബുദ്ധിമുട്ടായി പോവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒത്തിരി ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്രം കോട്ട് മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ കേക്കിൽ ഒത്തിരി ക്രീം അധികമായിട്ട് പോവും. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്ന ആ ഒരു നോസിൽ വെച്ചിട്ടാണ് നമ്മൾ കൊട്ട മെടയുന്നത്. ഈ ഒരു നോസിന് നമ്പറും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ നോക്കി വാങ്ങിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റ് നോസിൽ തന്നെ കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ലെയർ ഓരോ ഇത് വെച്ചതിന് ശേഷം അതിൻ്റെ കുറച്ച് സ്പേസ് ഇട്ടിട്ട് അടുത്ത സ്റ്റെപ്പ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് കൊട്ടയുടെ ആ ഒരു ഷേപ്പിൽ കിട്ടും. ഇപ്പോൾ നമ്മുടെ ഫുള്ള് കൊട്ടയുടെ പണികളൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ഇതേ കണ്ടോ ഇങ്ങനെ പൈപ്പിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കോട്ട് നമ്മൾ ഉൾഭാഗത്തോട്ടും ഒരു കോട്ട് നമ്മൾ പുറം ഭാഗത്തോട്ടും ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് കൊട്ടയുടെ ആ ഒരു മടഞ്ഞ ആ ഒരു രൂപത്തിൽ തന്നെ കിട്ടും. അല്ലെങ്കിൽ ഞാൻ മുമ്പ് ഇതുപോലെ തന്നെ ഒരു സെയിം കേക്കിൻ്റെ ഡിസൈൻ ചെയ്തിരുന്നു. സെയിം എന്ന് ഫ്ലവേഴ്സിലും കാര്യങ്ങളിലൊക്കെ അല്പം വ്യത്യാസമുണ്ട്, പക്ഷെ സെയിം കൊട്ടയൊക്കെ കറക്റ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. എല്ലാവരും കാണാത്തവരൊക്കെ ആ വീഡിയോ പോയി കാണുക. അപ്പോൾ നമ്മൾ റോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 100ൻ്റെ 44 നോസിലാണ്. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല പോലെ സ്റ്റിഫാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കരുത്. ലോ സ്പീഡിലിട്ടിട്ട് ഒരു 4 അല്ലെങ്കിൽ 5, 6 അങ്ങനെ നമ്മുടെ ബ്രാൻഡഡ് നെയിമിനനുസരിച്ചിട്ടാണ് നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ ബ്രാൻഡ്സിനനുസരിച്ച് നമ്മുടെ വിപ്പ് ചെയ്യുന്ന സമയത്തിൻ്റെ വ്യത്യാസവും വരും കേട്ടോ. കാരണം ചില ക്രീംസ് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിഫായി കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ബട്ട് ചില വിപ്പിംഗ് ക്രീംസ് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിഫായി കിട്ടില്ല. നമ്മൾ ഒത്തിരി സമയം നല്ല പോലെ വിപ്പ് ചെയ്തെടുക്കണം. അപ്പം നമ്മളിങ്ങനെ റോസസൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ പല കളേഴ്സിലും ഇങ്ങനെ ആ ഒരു നോസിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ എല്ലാ ഒരു റോസസും തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു സെറ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഈ ഒരു യു ഷേപ്പിലുള്ള ഒരു നോസിലാണ് ഇനി ഞാൻ നെക്സ്റ്റ് ഫ്ലവേഴ്സൊക്കെ വരഞ്ഞെടുക്കുന്നത്. ഇതേ കണ്ടോ, ഇങ്ങനെ ഒരു നല്ല ഒരു ഫ്ലവറായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഈ ഒരു നോസിൽ കൊണ്ട് നമുക്ക് കേക്കിൽ ഡയറക്റ്റായിട്ട് തന്നെ അപ്ലൈ ചെയ്യാനോ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ കേക്ക് നൈസിൽ ഫ്ലവർ നൈസിൽ വരയുന്നതിനേക്കാളും നമുക്ക് കേക്കിൻ്റെ ടോപ്പിങ്സിൽ ഡയറക്റ്റായിട്ട് തന്നെ വരയാനും പറ്റും. അല്ലെങ്കിൽ നമുക്ക് നെയിൽസിൽ വരഞ്ഞിട്ട് ഞാൻ ചെയ്ത പോലെ എടുത്ത് വയ്ക്കാനും പറ്റും. രണ്ട് രീതിക്കും പറ്റുന്ന നല്ല ഒരു നോസിലാണ് ഈ ഒരു നോസിൽ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നോസിലാണ്. അപ്പോൾ എല്ലാവരും വാങ്ങിക്കുമ്പോൾ നോക്കി വാങ്ങിച്ചാൽ മതി. ഒരു യു ഷേപ്പാണ് അത്. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോസിൽ എന്ന് പറഞ്ഞാൽ ലീഫിൻ്റെ നോസിലല്ല, പക്ഷേ ലീഫ് പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നോസിലാണ് ഇത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു നോസിൽ കൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം ലീഫ് തയ്യാറാക്കിയിട്ടുള്ളത്. ലീഫിൻ്റെ നോസിൽ വേറെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുന്നത്തെ കേക്ക്സിലൊക്കെ അപ്ലൈ ചെയ്തിരുന്നു. കാണാത്തവരൊക്കെ പോയിട്ട് കാണുക ഏതാണ് ആ നോസിൽ എന്നൊക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ല ഡെക്കറേഷൻസൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നൂറിൻ്റെ നോസിൽ വെച്ചിട്ടാണ് മിക്കവാറും നമ്മൾ റോസസ് വരയുന്നത്. അല്ലെങ്കിൽ നമുക്ക് നൂറിൻ്റെ ഒന്നും അല്ല, നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ലപോലെ നോക്കി വാങ്ങിച്ചാൽ മതി. എൻ്റെ അടുത്തുണ്ട് നല്ലൊരു നോസിൽ, നൂറിൻ്റെ ഒന്നും അല്ലാത്ത എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നോസിലാണ് റോസിൻ്റെ. അപ്പോൾ ആ നോസിൽ വെച്ചിട്ടും ഞാൻ നല്ലപോലെ തന്നെ വരഞ്ഞെടുക്കാറുണ്ട്. ഏത് ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ ഈ റോസസും നമ്മുടെ ഫ്ലവേഴ്സൊക്കെ വരഞ്ഞെടുക്കൽ. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാലും നമ്മൾ എത്രത്തോളം അതിലേക്ക് ഇൻവോൾവ് ആവുന്നു അതിനനുസരിച്ച് നമ്മുടെ ഫ്ലവേഴ്സൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീമാണ് കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു യു ഷേപ്പ് നോസിൽ കൊണ്ടാണ് ഇതും ചെയ്തെടുത്തത്. നമ്മൾ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാൻ ആദ്യം കാണിച്ചു തന്നില്ലേ യു ഷേപ്പ്, ആ ഒരു നോസിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ ഫ്ലവേഴ്സും നമ്മുടെ കേക്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബർത്ത്ഡേ കേക്കാണ്. അപ്പോൾ അതിന് നമ്മൾ ഒരു നെയിമും കൂടി എഴുതി കൊടുക്കണം. ദില്ലു എന്നാണ് അവരുടെ പേര്. അപ്പോൾ അവർക്ക് ഹാപ്പി ബർത്ത്ഡേ ആശംസിക്കുന്നു. പിന്നെ ഞാൻ ഈ നെയിം എഴുതിയിട്ടുള്ളത് ഫോണ്ടൻറ്റിലാണ്, എഡിബിൾ പെന്ന് ഉപയോഗിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫോണ്ടൻറ്റിൽ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ നാളേക്ക് വേണമെങ്കിൽ ഇന്ന് തന്നെ നമ്മുടെ ഫോണ്ടൻ്റൊക്കെ കട്ട് ചെയ്ത് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം നമ്മൾ പെന്ന് വെച്ചിട്ട് എഴുതുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ പേരുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ അപ്പോഴേ നമ്മൾ അത് ചെയ്യുവാണെങ്കിൽ അപ്പം തന്നെ ചെയ്യുവാണെങ്കിൽ ഒരിക്കലും നമുക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് എഴുതാൻ പറ്റില്ല. നമ്മുടെ കോണ്ടൻറ്റിൽ ഇങ്ങനെ കുഴിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ തലേദിവസം തന്നെ തയ്യാറാക്കി വെച്ചാൽ മതി. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായി കിട്ടും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.